CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ് ഈ പറയുന്ന രീതിയിൽ മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്ന കേസിൽ വെള്ളിയാഴ്ച വീണാറ്റി മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാറ്റി ഹാജരാവാണ് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. വീണയ്ക്കും CMRലെ മറ്റു ഉദ്യോഗസ്ഥർക്കടക്കമാണ് ഈ നോട്ടീസ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 9ഓളം പേർക്ക് നോട്ടീസ് ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ കൃത്യമായി നേരത്തെയുള്ള ആദ്യം അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ്, അതിന് തൊട്ടുപിന്നേ ദിവസം 12 സ്ഥലങ്ങൾ ഒരേ സമയത്ത് റെയ്ഡ്. ആ റെയ്ഡിനിടെ ഇ ഡി നേരിട്ട അതിക്രമങ്ങൾക്ക് നമ്മൾ ദൃശ്യങ്ങളിലൂടെ തന്നെ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കൽ, രേഖകൾ കൊടുക്കാൻ കോടതി ഉത്തരവ്, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ 6-7 രേഖകൾ കൂടി ഇ ഡിയുടെ പക്കലേക്ക് SFI കുറ്റപത്രത്തിന് അനുബന്ധമായി ചേർത്ത രേഖകൾ ഇ ഡിയുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു. ഈ രേഖകളൊക്കെ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഈ നടക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ചയാണ് ആ ചോദ്യം ചെയ്യലിനായി വീണാറ്റിയെ വിളിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്നും 1.72 കോടിയും പിന്നീട് 50 ലക്ഷം രൂപ വായ്പയായും ചെയ്യാത്ത സേവനത്തിന് എന്ത് വാങ്ങി എന്നുള്ളതായിരിക്കും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള മറുപടിയാകും വീണ ആ ചോദ്യം ചെയ്യൽ സമയം നൽകേണ്ടത്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, വീണയ്ക്കും CMRലെ ബാക്കി ഏതൊക്കെ ആൾക്കാർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്? പ്രധാനമായും ഈ ചെയ്തു കൊടുത്ത സേവനം എന്താണ് എന്ന കാര്യം തന്നെ ആവില്ലേ വീണ ആ ചോദ്യം ചെയ്യൽ വിശദീകരിക്കേണ്ടി വരിക? ദീർഘനാളായി ഉയരുന്ന ചോദ്യം. തീർച്ചയായും CMRലിന് ഏത് വിധത്തിലുള്ള ഒരു സേവനം നൽകിക്കൊണ്ടാണ് ഈ മാസം 5 ലക്ഷം രൂപ എന്നുള്ളതിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ ഇ ഡിയുടെ ഒരു കണ്ടെത്തൽ പ്രകാരം ഏകദേശം 2,87,00,000 രൂപ കൈപ്പറ്റി എന്നുള്ളതാണ്. ഇത് ഏത് രീതിയിലുള്ള ഒരു സേവനത്തിനാണ്, അതിന്റെ രേഖകൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്, ആ പണം വന്നതിനെല്ലാം തന്നെ തെളിവുകളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ വീണയുടെ ഭാഗം പറയുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും അത് ഏത് രീതിക്കുള്ള ഒരു സേവനമാണ് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇപ്പോഴും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇനി വരുന്ന ഒരു ദിവസങ്ങൾ, അതായത് വെള്ളിയാഴ്ച തന്നെ ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ട് ഇത് ഏത് സേവനങ്ങൾ നൽകി, അതിന് ഏത് പണം എവിടുന്ന് വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഒരു വ്യക്തത വരേണ്ടത്. ഒപ്പം തന്നെ ഈ ഇ ഡിയുടെ കൈവശം ഇപ്പോൾ CMRൽ നൽകിയിരിക്കുന്ന ഓരോ ആളുകൾക്കും നൽകിയിരിക്കുന്ന പണത്തിന്റെ മുഴുവൻ കണക്കുണ്ട്. ഇപ്പോൾ ഇ ഡി തന്നെ ഇതിനു മുൻപ് ഇറക്കിയിട്ടുള്ള അവരുടെ ഒരു വാർത്താക്കുറിപ്പിന്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഒരുപാട് പേർക്ക് കൈക്കൂലി ഇനത്തിൽ എന്ന പോലെ തന്നെ പണം കൈപ്പറ്റിയിട്ടുണ്ട് പലരും, അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടി അന്വേഷണം നീളും എന്നുള്ള ഒരു വരി ഇ ഡിയുടേതുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഈ വീണയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അത് കൂടുതൽ ആളുകളിലേക്ക് പോകും. CMRലിന്റെ പ്രധാനപ്പെട്ട ആളുകളെയാണ് അന്ന് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. ഒരു പക്ഷേ ഇവരെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കൂടി കടക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ നിൽക്കുന്നത്. ഈ കൊച്ചിയിലെ ഓഫീസിൽ വെള്ളിയാഴ്ച ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സേവനം എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുക, അതിന്റെ കൂടുതൽ രേഖകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച രേഖകൾ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും കടക്കുകയും ചെയ്യുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദ്രുതഗതിയിലുള്ള ഒരു നടപടി ഇതിലുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടുതൽ ഇതിലേക്ക് വരികയും ചെയ്യുന്നത്. അശ്മി, വിപിൻ, അങ്ങനെയാണെങ്കിൽ 9 പേർക്ക് നോട്ടീസ് നൽകിയെന്ന് പറയുമ്പോൾ ശശിധരൻ കർത്ത അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടാവണം. ഈ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട കുറേയധികം രേഖകൾ ഇപ്പോൾ CMRൽ അതിനെ എതിർത്തതാണ്. ഇതൊരു അന്വേഷണ ഏജൻസി കൊടുത്ത രേഖയാണ്, അത് മറ്റൊരു അന്വേഷണ ഏജൻസി കൊടുക്കരുത് എന്നടക്കമുള്ള വാദങ്ങൾ CMRൽ കോടതിയിൽ എതിർത്തതാണ്. അപ്പോൾ ഇ ഡിയുടെ പക്കലേക്ക് പോയാൽ, ആ രേഖ പോയാൽ അത് പ്രശ്നമാകും എന്ന അറിവിൽ തന്നെ ആവുമല്ലോ CMR അതിനെ എതിർത്തിട്ടുണ്ടാവുക. പക്ഷേ 54 വാല്യങ്ങളുള്ള ഈ 100 ചില്ലുവാനം സർട്ടിഫൈഡ് രേഖകൾ ഇ ഡിക്ക് കിട്ടിയ പശ്ചാത്തലത്തിൽ എല്ലാവരെയും കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ഇ ഡി അതിൽ കേവല ചോദ്യം ചെയ്യൽ എന്നതിനപ്പുറം നടപടി കടുപ്പിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടാവുന്നു. വിപിൻ, തീർച്ചയായും നടപടി കടുപ്പിക്കുകയാണ് എന്നുള്ളത് തന്നെ പറയാം. കാരണം തിരുവനന്തപുരത്ത് അന്ന് ഉണ്ടായിട്ടുള്ള നാടകീയ സംഭവങ്ങൾക്ക് ശേഷം തന്നെ വളരെ വേഗത്തിലുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കും എന്നുള്ള സൂചന തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം അന്ന് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു, അതിൽ തന്നെ അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആസൂത്രണം അതിലുണ്ടായിരുന്നു അന്നത്തെ ആക്രമണത്തിന് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നു. അന്ന് പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ വീടുകളിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള റെയ്ഡിൽ പ്രധാനമായും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കുകയും അതിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തുകയും അതിൽ രേഖകളുണ്ടോ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനം. അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു എടുത്തു പറയുന്നത്. പിന്നീട് പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് സമൻസ് അയക്കുക എന്നുള്ളതാണ് ഇ ഡിയെ സംബന്ധിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി. ആ നടപടിയുടെ ഭാഗമായി എന്ന് സമൻസ് അയക്കും? ഒരു പക്ഷേ അത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതിനു മുൻപ് ഏകദേശം 2 വർഷത്തോളം വളരെ ഇഴഞ്ഞു നീങ്ങിയ ഒരു കേസാണ്. അപ്പോൾ ഈ സമൻസ് അയക്കുന്നത് വൈകും എന്നുള്ളതൊക്കെ ആയിരുന്നു ഒരു പക്ഷേ കരുതിയിരുന്നത്. പക്ഷേ
അതിൽ ഏറ്റവും വേഗത്തിലുള്ള നടപടി തൊട്ടടുത്ത ഒരു ഘട്ടത്തിലേക്ക് ED കടക്കുന്നു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ ടി ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കുകയും അവരോട് ഹാജരാകാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിന് വളരെ വേഗത്തിലുള്ള ഒരു വേഗത കൈവന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്നുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ഹൈക്കോടതി ഇപ്പോൾ നൽകാം, അതായത് EDക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ രേഖകളും EDയുടെ ഭാഗത്ത് നിന്ന് ഒരു സൂക്ഷ്മ പരിശോധന നടക്കുകയും അത് വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ സംഭവിക്കുമ്പോൾ അതിൽ പലതിനും മറുപടി പറയേണ്ടി വരും. ഈ പറഞ്ഞ പോലെ തന്നെ മിസ്സിംഗ് ലിങ്കുകൾ എല്ലാത്തിനും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി, രേഖകൾ സഹിതം വെച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. കൂടുതൽ ED കടുപ്പിക്കുന്നു. ഈ കേസിന്റെ ഒരു സ്വഭാവം തന്നെ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം അതൊരു ഇഴഞ്ഞു നീങ്ങിയ ഒരു കേസ്, ഇടയ്ക്ക് വിളിക്കുന്നു, ഇടയ്ക്ക് സമൻസ് അയക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ചോദ്യം ചെയ്യൽ തുടങ്ങിയതാണെങ്കിൽ ഇപ്പോൾ അതിന്റെ ഒരു സ്വഭാവം മാറുകയും അതിന് കുറച്ചുകൂടി ഗൗരവം കൈവരികയും ആ രീതിക്ക് തന്നെ ED അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സമൻസ് അയക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് അത് ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ അവരോട് ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ CMRLന്റെ ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടാവുമ്പോൾ മറ്റാർക്കൊക്കെ ഈ കൈക്കൂലിയായി ഇത്തരം പണം നൽകിയിട്ടുണ്ട്, അവരൊക്കെ ഏത് സേവനങ്ങൾ അവരിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ CMRLും മറുപടി പറയേണ്ടി വരും. ഇത് കോടതിയിൽ വൈകിപ്പിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തി എന്നുള്ളത് ഉൾപ്പെടെ EDക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ട്. അക്കാര്യങ്ങളിലും ഒരു വ്യക്തത CMRLന്റെ ഭാഗത്തുനിന്നും വരുത്തേണ്ടി വരുമെന്നുള്ളത് നിസ്സംശയമാണ്. അപ്പോൾ ഈ കേസ് ഇപ്പോൾ വീണ ടി മാത്രമല്ല മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഇതിന്റെ ചർച്ചകളും ഇതിന്റെ ഒരു ഗൗരവവും കൂടുകയും ചെയ്യുമെന്നുള്ളതും സംശയമില്ല. ആഷ്മി, വിപിനെ, ഇതൊരു രാഷ്ട്രീയ വൈരമായിരുന്നു എന്നൊരു വാദമുണ്ടല്ലോ. അപ്പൊ ഇതൊരു രാഷ്ട്രീയ വൈരത്തിനപ്പുറം ആണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത EDക്കുണ്ട്. മറുവശത്ത് ഇത് രാഷ്ട്രീയ വൈരം തന്നെയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത മറുവശത്തുള്ളവർക്കുമുണ്ട്. അപ്പോൾ ഇരു കൂട്ടരും തയ്യാറെടുപ്പുകളോടെ ആയിരിക്കുമല്ലോ ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. 2 ദിവസമുണ്ട് ഈ ചോദ്യം ചെയ്യുന്നവർക്ക് ഈ തയ്യാറെടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഒപ്പം തന്നെ പാർട്ടിക്ക് ഇതൊക്കെ പ്രതിരോധിക്കുകയും വേണമല്ലോ. അതെ, ഉറപ്പായിട്ടും ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് വീണ ടി ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു പ്രധാന വാദം. കാരണം എക്സാലോജിക്ക് CMRLന് സേവനം നൽകിയിട്ടുണ്ട്, അത് അവരുടെ കമ്പ്യൂട്ടർപരമായിട്ടുള്ള സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നൽകിയ സേവനത്തിന് ലഭിച്ച പ്രതിഫലം എന്നുള്ള നിലയ്ക്കാണ് ഈ തുക പറയുന്നത്. ആ തുകയ്ക്ക് ഉള്ള ടാക്സ് അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ രീതിക്കുള്ള ഈ സാമ്പത്തിക ഇടപാടിലും സൂക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിൽ ED ഈ കേസ് ഏറ്റെടുക്കുകയും ഇതിൽ അന്വേഷണം വരികയും ചെയ്യുന്നത് അത് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ എന്നുള്ള ഒരു രാഷ്ട്രീയം കൂടി വെച്ചുകൊണ്ടാണ്. അതിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇവരുടെ ഒരു വാദമുള്ളത്. അപ്പോൾ ഈ GST ഉൾപ്പെടെ അടച്ച ഒരു കാര്യത്തിൽ എങ്ങനെയാണ് അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി എന്നുള്ളത് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഏത് സേവനത്തിന് ഇത്രയും തുക നൽകി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു രേഖ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ED പ്രധാനമായും പറയുന്നത്. ഇത് ഒരു വലിയ ഒരു ലിസ്റ്റ് തന്നെ ഈ CMRLൽ നിന്നും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വീണ ടിയുടെ പേരുമുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള പരിശോധന നടത്തേണ്ടതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എല്ലാ സ്ഥലത്തും ഈ വീണ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയത്. അന്ന് കിട്ടിയ വിവരങ്ങളും ഒപ്പം തന്നെ ഇപ്പോൾ കോടതിയിൽ നിന്ന് SFIO ആണ് ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ SFIO കണ്ടെത്തിയിട്ടുള്ള രേഖകളെല്ലാം തന്നെ ഇപ്പോൾ EDക്ക് കൂടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.